ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് പെടാപ്പാട് പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അത് മേ ബി കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യലുള്ള പ്രശ്നമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവര് എങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാനുള്ളൊരു ടൈമോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുപോലെ പഴയതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഈ ഒരു പേഴ്സണ് പലപ്പോഴും പറ്റാറില്ല. കാരണം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ മനസ്സ് നിറയെ അവർക്ക് എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവർ കുറെ കൂടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ കുറേ പേരെങ്കിലും ഈ ഒരു വ്യക്തിയിൽ ഇപ്പോൾ കുറച്ചൊരു ഡൗട്ട് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സണെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചൊരു പൊങ്ങച്ചമൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഇല്ലാത്തതുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കള്ളം പറയുന്നതല്ല, അങ്ങനെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് വ്യഗ്രതപ്പെടുന്ന ഒരു പേഴ്സൺ. മേ ബി ഇവിടെ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യലി കുറച്ചൊരു ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒരു പേഴ്സൺ നിങ്ങളെക്കാട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഇവർ പ്രസന്റ് ചെയ്തിട്ടുള്ളതും ഒക്കെ തന്നെ ഇവർ കുറച്ചുകൂടെ, ഇവർക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ അധികമില്ല ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും. അതല്ല, ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിലും ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്താണെങ്കിലും ഈ വക പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുന്ന ടൈമിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളിൽ നിന്നിട്ടുള്ളത്, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് മാറി നിൽക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പേരെങ്കിലും ഈ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ യാഥാർത്ഥ്യം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്, ആ ഒരു പ്രോബ്ലം എൻ്റെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പറ്റാത്തത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണെ 100% ഈ ഒരു റീസൺ കൊണ്ടാണ് എന്നുള്ളൊരു കാര്യത്തിൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളോട് നിന്നിട്ടുള്ളതും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ സംസാര രീതിയിലൊക്കെ തന്നെ ഇവരെപ്പോഴും ഹാപ്പിയാണ്. അതുമല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു മാനസികമായിട്ടൊരു സമ്മർദ്ദം അനുഭവിക്കാത്തൊരു പേഴ്സണായിട്ടാണ് നിങ്ങൾ ഇതുവരെയും കരുതിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ശരിയാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും നിങ്ങളെ ഇനി അവോയ്ഡ് ചെയ്യാനാണെന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ കുറേയധികം സഫർ ചെയ്യുന്ന ഒരു ടൈമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികമായിട്ട് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് അവരുടെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ പിന്നെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇപ്പോൾ നിങ്ങളോടിപ്പോൾ കോണ്ടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിലും പഴയതുപോലെയുള്ള ഒരു ഹാപ്പിനെസ്സോട് കൂടി തന്നെ അവരെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവില്ല. നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, എന്താണ് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. കുറച്ച് പേരെങ്കിലും അതിന് മറുപടിയായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അവരുടെ സാഹചര്യം പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതൊരു ഉറപ്പില്ല. കാരണം ഇവരെ മുൻപ് ഇങ്ങനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വിശ്വസിക്കാൻ കുറച്ച് നിങ്ങൾക്ക് പ്രയാസമുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു അകലം പാലിച്ചു നിൽക്കുന്നത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് മാത്രമാണെന്നാണ് എനിക്കിവിടെ കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ, കീഴിലെ കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്.